പരാജയത്തിന് ശേഷം നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, നാളെ മുതൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ എഴുന്നേറ്റ് എൻ്റെ വിജയത്തിലോട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ളത്. അങ്ങനെ നമ്മൾ അലാറമൊക്കെ വെച്ച് കിടന്നുറങ്ങും. അതിൻ്റെ പിറ്റേ ദിവസം നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടിയുള്ള ഈ അലാറം അടിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, സ്നൂസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങുക എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ സ്നൂസ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ലോകത്ത് വിജയിച്ചിട്ടുള്ള ഒട്ടുമിക്ക ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് മാൻസ്, ഇവൻ നമ്മുടെ ബറാക് ഒബാമ വരെ ശീലിച്ച അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അവർ ചെയ്യുന്ന റുട്ടീനിൽ ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ് എന്ന് പറയുന്ന ബുക്കിലുള്ള 4 ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ആണ്. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഒരുപാട് മഹാന്മാരെ പോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആവാനായിട്ട് ഈ പറയുന്ന ടിപ്സൊക്കെ ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. രാവിലെ എഴുന്നേറ്റ് ജീവിതത്തിൻ്റെ ഭാഗമാക്കി നിങ്ങൾക്കും എനിക്കുമൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു 20-20-20 റൂൾ. ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാവിലെ നേരത്തെ എഴുന്നേറ്റ മുഴുവൻ ആളുകളും ജീവിതത്തിൽ വിജയിച്ചവരല്ല. എന്നാൽ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഒട്ടുമിക്ക ആളുകളും രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും ആദ്യത്തെ കുറച്ച് സമയം എന്നുള്ളത് പ്രൊഡക്റ്റീവായിട്ട് വിനിയോഗിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. സോ നമുക്കും നമ്മുടെ ജീവിതത്തിലോട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം എന്താണ് ഈ 20-20-20 റൂൾ എന്നുള്ളത്. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ തഹജ്ജുദിൻ്റെ സമയത്തൊക്കെ എഴുന്നേൽക്കുന്ന ആൾക്കാരാണ്, അതല്ലെങ്കിൽ നിങ്ങൾ ഈ ബ്രഹ്മമുഹൂർത്തത്തിന് മുന്നേ മീൻസ് ഒരു 4 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരു 5 മണി വരെ നിങ്ങളുടെ പ്രയർ ടൈം ആയിരിക്കും. ആ ഒരു സമയത്തിന് ശേഷം നമുക്ക് ഈ 5 മണിക്ക് ശേഷമുള്ള സമയം കാൽക്കുലേറ്റ് ചെയ്യാം. രാവിലെ 5 മണി മുതൽ ഒരു 5:20 വരെ നിങ്ങൾ ഹാർഡ് വർക്കൗട്ട് ചെയ്യുക. അതായത് പവർഫുൾ ആയിട്ടുള്ള വർക്കൗട്ട്, നിങ്ങൾ നന്നായിട്ട് ഇങ്ങനെ സ്വെറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഹാർഡായിട്ടുള്ള വർക്കൗട്ട് ചെയ്യുക. എഴുന്നേറ്റ് ഉടനെ ഒരു 20 മിനിറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ഇത്തരത്തിലുള്ള ഹാർഡായിട്ടുള്ള വർക്കൗട്ട് കൊടുക്കുന്ന സമയത്ത് അത് നമ്മുടെ ബ്രെയിനിനെ നല്ല പോലെ പ്രവർത്തിപ്പിക്കാനും നമ്മുടെ ശരീരത്തിൽ എനർജി റിലീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരു 20 മിനിറ്റ്സ് ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് കൂട്ടാനും അതുമാത്രമല്ല നമ്മുടെ ബ്രെയിനിൽ ഒരു BDNF എന്ന് പറയുന്ന ഒരു സംഭവം റിലീസാവും. അതായത് ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ എന്ന് പറയുന്ന ഒരു സംഭവം റിലീസാവും. ഇത് നമ്മുടെ ബ്രെയിനിനകത്ത് സ്ട്രെസ് ലെവൽ കുറയ്ക്കുകയും പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവന്ന് വരികയും ഒക്കെ ചെയ്യും. ഇപ്പം നമ്മുടെ എതിര് അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റർ സുഖമായി കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, നമ്മുടെ ബ്രെയിനിന് വേണ്ട വർക്കൗട്ട്സ് കൊടുക്കുന്ന, നമ്മുടെ ബ്രെയിനിനെ ഫ്രഷ് ആയിട്ടും കാമായിട്ടും വെക്കുന്ന സമയത്ത് നമ്മളുടെ ജോലിയിൽ നമ്മൾ എവിടെയാണോ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു ഭാഗത്ത് നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടി വരികയും നമ്മളത് വിജയത്തിലോട്ട് നയിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദിവസേന നമ്മുടെ ശരീരത്തിന് വേണ്ടി മാത്രം എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിന് പോലും ഇത്രയേറെ നമ്മുടെ വിജയത്തെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അപ്പം നമുക്ക് നേരെ നെക്സ്റ്റ് 20 മിനിറ്റ്സ് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ 20 മിനിറ്റ്സ് വർക്കൗട്ടിന് ശേഷം നിങ്ങൾ ഫ്രഷ് ആയി വന്ന ശേഷം നിങ്ങൾ ചെയ്യേണ്ടുന്ന നെക്സ്റ്റ് 20 മിനിറ്റ്സ് നിങ്ങൾ ജേർണൽ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ, അതിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഒരു ലക്ഷ്യം നേടാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, എഗെയിൻ അതിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. ഇന്നത്തെ ദിവസം, അതായത് നിങ്ങൾ ആ ലക്ഷ്യം നേടാൻ വേണ്ടി ടോട്ടലി ചെയ്യാനുള്ള കാര്യം എന്തൊക്കെയാണെന്ന് നോക്കുക. അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്താലാണ് നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലോട്ട് എത്താനുള്ളത് എന്ന് നോക്കാം. സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മൾ ജേർണൽ ചെയ്യാന്ന് പറയും. നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഗോൾസ്, നമ്മുടെ എയിംസ് എല്ലാം തന്നെ നമ്മൾ ഒരു പേപ്പറിലോട്ട് അല്ലെങ്കിൽ ഒരു ബുക്കിലോട്ട് നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഈ ഒരു ശീലത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെക്കാം, ആൻഡ് നിങ്ങളുടെ കഴിവുകൾ എഴുതി വെക്കാം. നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് വീക്ക് പോയിന്റ്സ് ഉള്ളത്, അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുക, ഇതൊക്കെ എഴുതി വെക്കാം. പലപ്പോഴും നമ്മളൊരു വീഡിയോ കൊണ്ടുവരുന്ന സമയത്ത് പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഐഷ ചിന്തിക്കുന്നതെല്ലാം വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ചെയ്യുന്ന സ്ത്രീകൾക്കൊക്കെ വർക്കാവും, നമ്മൾ ഈ ഹൗസ് വൈഫിന് ഇതൊന്നും വേണ്ട എന്നുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾ ഹൗസ് വൈഫാണ് ഏറ്റവും കൂടുതൽ, ഇപ്പം നമ്മളീ പറയുന്ന പുറത്തിറങ്ങി വർക്ക് ചെയ്യുന്ന ആളുകളേക്കാൾ കൂടുതൽ ഒരു പക്ഷേ നിങ്ങളായിരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ ജോലിയും ചെയ്യണം, അതുപോലെ പുറത്തെ ജോലിയും ചെയ്യണം എന്നുള്ളത്. പക്ഷേ നമ്മൾക്ക് തന്നെ, അതായത് പുറത്ത് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ അറിയാം വീട്ടിലെ ജോലി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വർക്ക്, അതായത് നമ്മൾ ചെയ്യുന്ന സർവീസ് അല്ലെങ്കിൽ എനിത്തിങ്, ഓഫീസ് ജോലി എന്താണെങ്കിലും അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ വീട്ടിലെ ജോലിയാണ് ഫുൾ ടൈം നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രഷർ എടുക്കുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും. കാരണം നിങ്ങൾ ഫുൾ ടൈം വീട്ടിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് മറ്റാരും തന്നെ ഷെയർ ചെയ്യില്ല. അത് വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ, മക്കളുടെ പഠിത്തമായിക്കോട്ടെ, എല്ലാം ദി അൾട്ടിമേറ്റ് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുക. ഈവൺ ഒരു കുഞ്ഞിന് വയ്യാന്നുണ്ടെങ്കിൽ പോലും ഫുൾ ടൈം നിങ്ങൾ ആ കുഞ്ഞിനെ കെയർ ചെയ്യണം. ഒരു കുഞ്ഞ് ഓടി തടഞ്ഞൊന്ന് വീണാൽ പോലും അത് നിൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിലേക്കായിരിക്കും മറ്റുള്ളവർ സംസാരിക്കുക. ഇതേ സമയം നമ്മൾ ബേസിക്ക് ചെയ്യേണ്ടുന്ന വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തൊരു സ്ത്രീ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഡബിൾ എഫേർട്ട് അവർ എടുക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങളെ ആരും തന്നെ ചോദ്യം ചെയ്യില്ല. നീ എന്തുകൊണ്ട് കുഞ്ഞിനെ സ്കൂളിൽ പോയിട്ട് വിളിച്ചുകൊണ്ട് വന്നില്ല, ആ ഒരു ക്വസ്റ്റ്യൻ അവരത് ചോദിക്കില്ല. പകരം എന്താ വെച്ചാൽ അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ജോലിയാണല്ലോ, എന്തിനാണ് അവരെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, അവർ പുറത്തും കൂടെ പോയി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ അല്ലേ എന്നുള്ള കൺസിഡറേഷൻ പലപ്പോഴും പുറത്തുള്ള ആൾക്കാർക്ക് കിട്ടും. സോ നിങ്ങൾ ഇപ്പോൾ ഹൗസ് വൈഫാണ്, ഞാനിതൊന്നും ചെയ്യേണ്ട എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ജേണൽ എഴുതാം. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാനുണ്ട്, നിങ്ങളുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടെന്നുള്ളത്. മോസ്റ്റ്ലി നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ ഫ്രീഡം
ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വർത്ത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുള്ളൂ. ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നിങ്ങൾ ജോലി ചെയ്ത് തന്നെ ഉണ്ടാക്കേണ്ടുന്ന ഒരു സാധനമല്ല. ഈവൻ നിങ്ങളുടെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നുണ്ട് ആൻഡ് നിങ്ങൾ വീട്ടിനകത്ത് ചെയ്യുന്ന ജോലിയെ പുള്ളി റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പുള്ളിയുടെ പണം എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം പണമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. അവിടെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം കൃത്യമായി ചെയ്യുന്നതിന് നിങ്ങൾക്ക് ആ പേയ്മെന്റ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ യാതൊരു പ്രോബ്ലം വരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്നത് പോലും നിങ്ങളുടെ സെൽഫ് വർത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ്. സോ നിങ്ങൾ എപ്പോഴും ഞാൻ പുറത്ത് പോകുന്നില്ല, എന്നെ ആരും കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുക പോലും ചെയ്യേണ്ട എന്ന് കരുതുന്ന സ്ത്രീകളാവരുത്. നമ്മളെപ്പോഴും നമ്മുടെ ഹെൽത്തിനെ കോൺഷ്യസ് ആയിരിക്കുക, അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ കാര്യത്തിലും കോൺഷ്യസ് ആയിരിക്കുക കേട്ടോ. പിന്നെ മൂന്നാമത്തെ 20 മിനിറ്റ്, അതായത് 5:40 to 6 മണി വരെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഏത് മേഖലയിലാണോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആവുന്നത് ആ ഒരു മേഖലയിൽ പുതിയ അറിവ് നേടുക എന്നുള്ളത്. അതായത് ഈവൻ നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാര്യത്തിലായിരിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷൻ ആയിരിക്കും വേണ്ടി ഉണ്ടാവുക, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കുറച്ച് അറിവുകളായിരിക്കും വേണ്ടി വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിരിക്കും താല്പര്യം. ഈവൻ നമ്മുടെ ക്ലാസ്സുകൾ പോലെയുള്ള ആൾക്കാർക്ക് അതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഏതാണോ ഇഷ്ടമുള്ളത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബുക്ക് വായിക്കാം, അതല്ലെങ്കിൽ വീഡിയോസ് കാണാം. ഇവൻ നമ്മുടെ വീഡിയോസ്, ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ നിങ്ങൾക്കൊരു കിട്ടുന്നൊരു പുതിയൊരു അറിവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് കാണാം. അങ്ങനെ എന്തിലാണോ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് അത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ കാണുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ കേൾക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾ എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പഠിക്കുന്നിടത്തോളം, നിങ്ങളുടെ അറിവ് ഗെയിൻ ചെയ്യുന്നിടത്തോളം ടോട്ടലി ചേഞ്ച് ആവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പഠിക്കുന്നത്, നമ്മളെപ്പോഴും പഠിക്കുന്നത് എനിക്ക് ഇന്ന ജോലി കിട്ടാൻ വേണ്ടി പഠിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കുന്നു, അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുക. നമ്മൾ അറിവ് നേടുന്നത് ജസ്റ്റ് അറിവ് നേടാൻ വേണ്ടി മാത്രം പഠിച്ചാൽ മതി. നമ്മൾ പഠിക്കുന്നത് കൊണ്ട് എപ്പോഴും നമ്മൾ സെക്കൻഡറി ആണ് അറിവ് നേടുക എന്നുള്ളത്, അല്ലേ? ഒരു എക്സാം എഴുതുന്ന സമയത്ത് പോലും നമ്മുടെ അടുത്ത് പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് കോപ്പി അടിക്കാൻ പറ്റുമോ, ആ എക്സാം ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റുമോ, പഠിക്കാൻ ഭയങ്കര ടഫാണോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളൊരു കാര്യം എടുത്ത് പഠിക്കുന്നത് അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട്, നമുക്കത് അറിയാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സെൽഫ് നമ്മൾ വളരും. നമുക്ക് അറിവ് കിട്ടുന്ന സമയത്ത് നമ്മുടെ ചിന്താഗതി കുറച്ചും കൂടെ വൈഡർ ആയിരിക്കും, നമുക്ക് എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബുദ്ധി വികസിക്കുന്ന, നമ്മൾ പേഴ്സണലി ഓപ്പൺ അപ്പ് ആവുന്ന, നമ്മൾക്ക് കുറച്ചും കൂടെ മാനസികമായിട്ട് നമ്മൾ സ്ട്രെങ്തൻ ഉണ്ടാക്കുന്ന, ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ അപ്പ് ആയിട്ടുള്ളൊരു അറിവ് വേണം. ഈ നോളജ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് മീ ഗൈസ്, നിങ്ങൾ ഏതൊരു മേഖലയിലും, ഇപ്പോൾ നിങ്ങൾ എന്താണോ പഠിക്കുന്നത് ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് നല്ലൊരു നോളജ് ഉണ്ട്, നല്ലൊരു അറിവുണ്ട് എന്നുണ്ടെങ്കിൽ അത് പെർമനൻ്റ് ആയിട്ട് നിങ്ങളുടെ മെമ്മറിയിൽ സ്റ്റോർഡ് ആയിരിക്കും, നിങ്ങൾ അറിവ് കിട്ടാൻ വേണ്ടി പഠിക്കുന്ന സമയത്ത്. അതർവൈസ് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ എക്സാം കഴിഞ്ഞ പാടെ പഠിച്ച സാധനം എല്ലാം മറന്നു പോയിട്ടുണ്ടാവും, പിന്നെ അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്നത്തേക്കും വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിവുണ്ടാക്കാനാണ്, അത് എന്നത്തേക്കും വേണ്ട ഇൻഫർമേഷൻ ആണെന്ന് നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് വേണം അത് കൊടുക്കാനായിട്ട്. സോ നിങ്ങൾ വൺസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോട്ടോ മെമ്മറി പോലെ, അതിങ്ങനെ ക്ലിക്ക് ചെയ്ത ഫോട്ടോ പോലെ നിങ്ങളുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണെന്നുള്ളത് നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ. ഇപ്പം നമ്മൾ പറഞ്ഞ 20-20-20 റൂൾ നിങ്ങൾ ഒരു വർഷം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് ഇതാണ്. 122 മണിക്കൂർ നിങ്ങൾ ജീവിതത്തിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു. 122 മണിക്കൂർ നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ ജേർണൽ ചെയ്ത്, ഹംദ് എഴുതി, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി, അതിനുവേണ്ടി നിങ്ങൾ 122 മണിക്കൂർ പ്ലാൻ ചെയ്തു. അതേപോലെ 122 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്തു. നിങ്ങൾ സുഖമായി ഉറങ്ങി തീർക്കുന്ന ഒരു വർഷത്തെ ഇത്രയേറെ സമയം നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റുട്ടീൻ അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ചേഞ്ച് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് എത്രമാത്രം വലിയൊരു റിസൾട്ടാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് പറയുന്നത്. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് ട്വിൻ സൈക്കിൾ ഓഫ് എലൈറ്റ് പെർഫോമേഴ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം നന്നായിട്ട് ജോലി ചെയ്താലാണ് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളത്. പക്ഷേ റോബിൻ ശർമ്മ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രവർത്തിക്കുന്നതിന് ഈക്വലായിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കൂല, നന്നായിട്ട് ഉറങ്ങൂല, ഫുൾ ടൈം വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത്തരത്തിൽ വർക്ക് ചെയ്യുന്നത് നമ്മളുടെ വർക്കിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ അത്രമാത്രം നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണം എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ തിയറി എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളൊരു കർഷകനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും, അവർ ഹാർഡ് വർക്ക് ചെയ്ത് നിലം ഉഴുത് അതുപോലെ വിത്ത് വിതച്ച് എല്ലാം ചെയ്ത് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടാവും. അതിനുശേഷം ഇവരുടെ ഒരു ടൈമുണ്ട്, അത് റിലാക്സിങ് ടൈമാണ് അല്ലേ. ആ ഒരു ടൈമിൽ അവർക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള വർക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ റെസ്റ്റ് എടുക്കുന്ന ഒരു പീരീഡ് ആയിരിക്കും. പക്ഷേ ആക്ച്വലി ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു സമയത്തായിരിക്കും. നെല്ല് വളരുന്നതും അതിങ്ങനെ റെഡ് കളറിൽ മറ്റേ ഗ്രീൻ കളറിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതും അതിനുശേഷം അതൊരു യെല്ലോയിഷ് ഷെയ്ഡായിട്ട് മാറുന്നതും അതിനുശേഷം അത് കൊയ്ത്തിൻ്റെ സമയമാവുന്നതും ഒക്കെ ആ ഒരു ടൈമിൽ കർഷകൻ ശരിക്കും
ശരിക്കും റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമായിരിക്കും. ആഫ്റ്റർ ദാറ്റ് ആയിരിക്കും അവർ നല്ല തോതിൽ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യണമെന്നൊരു സമയം വരുന്നത്. അതായത് അവരുടെ റുട്ടീനിലും ഈ പറഞ്ഞ ക്ലൈമറ്റിനനുസരിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ചെടികൾ വളരുന്നതിനനുസരിച്ച് ഒക്കെ വർക്കിൽ വ്യത്യാസമുണ്ട്. ഒന്നും ഹാർഡ് വർക്ക് ചെയ്യുന്ന പിന്നെ ശേഷം ഒരു റെസ്റ്റ് പീരീഡ് വരുന്ന അഗെയിൻ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന, അതായത് നന്നായിട്ട് ജോലി ചെയ്യുന്ന, ഞാൻ റെസ്റ്റ് എടുക്കേണ്ടുന്ന സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന, വീണ്ടും നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിൽ നമ്മളുടെ ടോട്ടൽ വർക്കിനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പലപ്പോഴും നമുക്ക് നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന TV, മൊബൈൽ, ലാപ്ടോപ്സ് എന്ന് പറയുന്ന ഗാഡ്ജറ്റ്സ് ഒക്കെ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഉറക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മെലറ്റോണിൻ എന്ന് പറയുന്ന കെമിക്കൽ നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന എല്ലാ ഗാഡ്ജറ്റ്സും ബ്ലൂ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാവുകയും നമ്മളുടെ മെലറ്റോണിൻ്റെ പ്രൊഡക്ഷൻ തടഞ്ഞു വെക്കുകയും ചെയ്യും. സോ നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ളൊരു സ്ലീപ്പ് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. സോ നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ 1 hour മുന്നേ തന്നെ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ ബുക്സ് എന്തെങ്കിലും വായിക്കുക കേട്ടോ. പ്രിൻസിപ്പിൾ നമ്പർ 3, ദ 4 ഇന്റീരിയർ എംപയേഴ്സ്. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സമയം 4 കാര്യങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് മൈൻഡ് സെറ്റ്, ഹേർട്ട് സെറ്റ്, ഹെൽത്ത് സെറ്റ് ആൻഡ് സോൾ സെറ്റ്. അപ്പോൾ ഈ പറയുന്ന 4 കാര്യങ്ങളിൽ നമ്മൾ ഈക്വൽ ആയിട്ട് നമ്മളുടെ ടൈമും എഫേർട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ഹാപ്പിനെസ്സും സക്സസ്സും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. പലപ്പോഴും പലരും പറയാറുണ്ട് നിൻ്റെ മൈൻഡ് സെറ്റ് മാറ്റി, അത് മാറ്റിയാൽ നീ എല്ലാം കൊണ്ടും ഓക്കെ ആവും എന്നുള്ളത്. ഈവൺ ഇഫ് നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ്, അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് മാത്രം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും പലപ്പോഴും ഈ ഹേർട്ട് സെറ്റിൻ്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഫെയിലായി പോകാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈവൺ നമ്മളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ, ഫാമിലി മെമ്പേഴ്സ്, ഇവരുടെ എല്ലാവരുടെയും പുറത്തുള്ള ആക്ഷൻസ് നമ്മളെ പൊതുവേ ഡൗൺ ആക്കും. ഈവൺ ഇഫ് നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റി എല്ലാവരോടും കരുണയും ഒക്കെ കരുതി വെക്കുന്നുണ്ടെങ്കിലും ഈ കരുണയും ഒക്കെ തന്നെ നമ്മളതിനെ ഡൗൺ ആക്കാനും സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, അയാൾക്കൊരു അസുഖമാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഹേർട്ട് സെറ്റിനെ വല്ലാണ്ട് ഡിഫിക്കൽട്ടായിട്ട് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം നല്ല നിലക്ക് കൊണ്ടുപോകുന്ന സമയത്തിന് ഒപ്പം തന്നെ നിങ്ങളതിനെ മാനേജബിൾ ആക്കി കൊണ്ടുപോകാനും കൂടെ നോക്കേണ്ടതുണ്ട്. ശരിക്കും നമ്മളെപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളുടെയും പിന്നാലെ ഓടുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ഹെൽത്ത് സെറ്റ് വിട്ടു പോകാറുണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ ടാർഗറ്റ്, ഇപ്പോൾ നേരത്തെ സ്ലീപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളാവുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യം നമ്മൾ മറന്നു പോകാറുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഹെൽത്ത് സെറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മളുടെ ആരോഗ്യമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ മക്കളുണ്ടാവും, നിങ്ങളുടെ കരിയർ ഉണ്ടാവും, നിങ്ങളുടെ വീടുണ്ടാവും, ബംഗ്ലാവ് ഉണ്ടാവും, ഓർണമെൻറ്റ്സ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ നമുക്ക് പറയത്തക്ക ഒരു അസുഖം, നമ്മുടെ അശ്രദ്ധ മൂലമായിക്കോട്ടെ അല്ലെങ്കിൽ അല്ലാതെ ആയിക്കോട്ടെ, പറയത്തക്ക ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മുഴുവൻ പ്രയോറിറ്റീസും നമ്മളുടെ മുന്നിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ആരോഗ്യം മാത്രമായിട്ട് പോകും. ഇപ്പം നിങ്ങൾ ഒരു ICUവിൽ കിടക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അവർ നിങ്ങളോട് പറയുന്നുണ്ടാവുക എനിക്ക് ഒരു നേരം വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കറക്റ്റായിട്ട് കുടിച്ചാൽ മതി. അങ്ങനെ ആയിരിക്കും അവരുടെ ലക്ഷ്യം ഉണ്ടാവുക. അപ്പം നമ്മൾ നമ്മളുടെ നിലവിൽ തന്നിട്ടുള്ള ദിവസത്തെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിലവിൽ പഠിച്ചവൻ നമ്മുടെ ക്രിയേറ്റർ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള നമ്മുടെ ഹെൽത്തിനെ പരമാവധി നമ്മൾ പ്രൊട്ടക്റ്റീവായിട്ട് കൊണ്ടുനടക്കാനായിട്ട് നോക്കുക. ആൻഡ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നമുക്കുണ്ട്. അതായത് നമ്മുടെ ഹെൽത്ത് സെറ്റ് ഓക്കെ ആണ്, മൈൻഡ് സെറ്റ് ഓക്കെ ആണ്, അതുപോലെ ഹേർട്ട് സെറ്റും ഓക്കെ ആണ്. എന്നിരുന്നാലും എവിടെയോ എന്തോ ഒരു ഇൻകംപ്ലീഷൻ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് എയ്ത്തിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട് പക്ഷേ എന്നാലും എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു കുറവുണ്ട് എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലോട്ട് നിങ്ങളൊന്ന് കീനായിട്ട് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവണൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ യൂണിവേഴ്സിനെ തന്നെ പരിഗണിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങളൊരു ക്രിയേറ്റർ പോലും ഉണ്ടെന്ന് വിശ്വസിക്കാത്ത അങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും ഈ ഒരു ഇൻകംപ്ലീഷൻ ഫീൽ ചെയ്യുക. സോ നിങ്ങൾ നിങ്ങളുടെ സോളിനെ സന്തോഷിപ്പിക്കാനായിട്ട് എന്തെങ്കിലും കരുതി വയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് സമയത്തേക്കെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും കണ്ടെത്തുക എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇതിനെ തന്നെ വേറൊരു രീതിയിൽ കാണാം. നിങ്ങളൊരു ഈശ്വര വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളൊരു ക്രിയേറ്ററെ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്പിരിച്വലായിട്ട് നിങ്ങളും നിങ്ങളുടെ ദൈവവും തമ്മിലുള്ള ഒരു കണക്ഷൻ കൂട്ടുന്ന സമയത്ത് ഓഫ്കോഴ്സ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഹാപ്പിനെസ്സും കൂടെ വരും. അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് സമാധാനത്തിലൂടെയാണ് കിട്ടുള്ളൂ. സമാധാനം എന്ന് പറയുന്നത് ദൈവത്തെ അറിയുന്നതിലൂടെയാണ് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഇഫ് യു വാണ്ട് ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോളിനെ കൂടെ നിങ്ങളൊന്ന് പരിഗണിക്കുക. ഈ 4 കാര്യങ്ങളിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഹെൽത്തർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൈൻഡിനെ കൊണ്ടുനടക്കാനായിട്ട് പറ്റും. അത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുകയും ചെയ്യും കേട്ടോ. 4ാമത്തെ പ്രിൻസിപ്പിളാണ് ഹാബിറ്റ് ഇൻസ്റ്റലേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. റോബിൻ ശർമ്മ പറയുന്നത് ആൾക്ക് ഒരു ഹാബിറ്റ് ജീവിതത്തിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് 66 ദിവസം ഏകദേശം എടുക്കുമെന്നാണ് പറയുന്നത്. അതായത് ഏകദേശം 9 ആഴ്ച
എടുക്കും എന്നുള്ളത്. ഈ 9 ആഴ്ചയെ റോബിൻ ശർമ്മ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ ഫേസ് ആണ്. ഈ ഡിസ്ട്രക്ഷൻ ഫേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഹാബിറ്റിനെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇല്ലാതെ ആക്കി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത്, അതായത് ഇപ്പോൾ നിങ്ങളൊരു 5 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ചെയിൻ സ്മോക്കർ ആണെന്ന് വിചാരിച്ചോ, ഈ ഒരു സിഗരറ്റ് വലിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം സിഗരറ്റ് വലി തന്നെ ഇല്ലാതെ ഒരു 3 ആഴ്ചത്തോളം നിൽക്കുക എന്നുള്ളത് ആളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മോട്ടിവേഷൻ വേണ്ടി വരുന്ന ഒരാളായിരിക്കും. എനി ബാഡ് ഹാബിറ്റ് അത് ഇല്ലാതെ ഒരു 3 ആഴ്ച നിൽക്കുക എന്ന് പറയുന്നത് അടിക്കടി അവർ എനർജി ഡൗൺ ആയിട്ട് പോകും, വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഓവർകം ചെയ്തിട്ട് എനിക്ക് എൻ്റെ ലക്ഷ്യമാണ് വലുത് എന്ന് കരുതി അവരത് പിടിച്ച് നിൽക്കുക എന്നുള്ളത് 3 ആഴ്ചകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിൽ പവർ അത്രയും ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ്. ഈ ഒരു 3 ആഴ്ച കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് എൻ്റർ ആവുകയാണ്, ഇൻസ്റ്റലേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജ് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സ്റ്റേജ് ആയിരിക്കും. കഴിഞ്ഞ 3 ആഴ്ചയായിട്ടുള്ള എൻ്റെ ഒരു നെഗറ്റീവ് ഞാൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഏതാണോ മാറ്റേണ്ടത് ആ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഈവൻ സ്ലീപ്പ് സൈക്കിൾ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശരീരത്തോട് ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകളായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ സിഗരറ്റ് വലി, ഇത്തരത്തിലുള്ള മറ്റുള്ള കാര്യങ്ങളായിരിക്കാം. എന്ത് ബാഡ് ഹാബിറ്റ് ആണെങ്കിലും ഞാൻ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഈ പറയുന്ന ഒരു ഹാബിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു വലിയൊരു ചേഞ്ചസ് ഒന്നും എൻ്റെ ജീവിതത്തിൽ കാണാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു ഫ്രീസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഒന്നും എൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാനിത് തുടരണോ അതോ ഞാൻ സ്കിപ്പ് ചെയ്യണോ എന്നൊക്കെ ആലോചിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഞാൻ ഗിവ് അപ്പ് ചെയ്യണോ എന്നൊക്കെ ആലോചിക്കുന്ന ഒരു ടൈമായിരിക്കും ഈ പറയുന്ന ഇൻസ്റ്റലേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു ഒരിക്കലും തോറ്റു കൊടുക്കുന്നില്ല, ഈ ഒരു മരവിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ബോറടിയെ ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ അവിടെ തന്നെ നിങ്ങൾ നിന്ന് പോവുക എന്നുള്ളതാണ് ഈ സെക്കൻഡ്, തേർഡ്, 3 വീക്കിൽ, ഈ രണ്ടാമത്തെ ഫേസിലുള്ള 3 വീക്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഈ 2 ഫേസ് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ 3ാമത്തെ ഫേസിലോട്ട് എത്തി. ഈ 3ാമത്തെ ഫേസാണ് ഇൻറ്റഗ്രേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളെല്ലാം ഭയങ്കര ഈസി ആയിരിക്കും. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ബോറടി ഉണ്ടാവില്ല. നിങ്ങളൊരു 5 മണിക്ക് എഴുന്നേൽക്കലായിരുന്നു നിങ്ങളുടെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഈസി ആയിട്ട് എഴുന്നേൽക്കുന്ന, നിങ്ങൾക്ക് അതിൽ നിന്നൊരു പ്ലഷർ കിട്ടുന്ന, നിങ്ങളുടെ റുട്ടീനായിട്ട് അത് മാറിയിട്ടുണ്ടാവും. ഈ ഒരു റുട്ടീനായിട്ട് മാറിയത് കൊണ്ട് തന്നെ പിന്നെ വീട്ടിലാരെങ്കിലും 5 മണിക്ക് കടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഈ രാവിലെ നേരത്തേക്ക് ഇവരെന്തിനും ഇങ്ങനെ കടന്നുറങ്ങണേ, ഇവർക്ക് എഴുന്നേറ്റൂടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടാവും. നിങ്ങൾ എത്രമാത്രം മടിയനായിരുന്നു, നിങ്ങൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനൊക്കെ നിങ്ങൾ തന്നെ ആലോചിക്കുന്ന സമയത്ത് ഇത്രയും നിസ്സാരമായിട്ടുള്ള, ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനാണോ ഞാൻ ഇത്രയേറെ മടി പിടിച്ച് കടന്നിട്ടുണ്ടായിരുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. സോ അത്രമാത്രം ഈസി ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഒരു ഹാബിറ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന 9 വീക്സ് നിങ്ങൾക്ക് ഈസി ആയി തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ള ഇൻഫർമേഷൻ റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ് എന്ന് പറയുന്ന ബുക്സിലുള്ളതാണ്. സോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.